ബിഗ് ബോസ് മലയാളം ഇനി മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ തുടങ്ങാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും ഒരു 20 ആൾക്കാരുടെ കൺഫേംഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻസിന്റെ ഒരു അവസാന സമയത്തുള്ള ഒരു ലിസ്റ്റ്. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളും അതുപോലെ തന്നെ കൺഫേം ലിസ്റ്റും ഏകദേശം അറിഞ്ഞതനുസരിച്ച് ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും ഇനി ഒരു പക്കാ കൺഫേം കിട്ടിക്കഴിയുമ്പോൾ ഇടാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. നാളത്തേക്കല്ലെന്നുണ്ടെങ്കിൽ 2-ാം തീയതി ഷൂട്ട് കഴിയുമ്പോഴത്തേനും കൺഫേം ലിസ്റ്റ് ഒക്കെ കിട്ടുമെന്ന് കരുതി പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ അവർ പുറത്തു വിട്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻസിന്റെ ഒരു 20 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് വന്നിരിക്കുന്നത്. 19 കണ്ടസ്റ്റൻസേ ഉള്ളൂ. ഒരാളുടെ പേര് അവർ വിട്ടുപോയതാണെന്ന് തോന്നുന്നത്. ഞാൻ കയ്യിൽ നിന്നും കൂടി ഇട്ട് പറയുന്നുണ്ട്. അവർ തന്നെ ആയിരിക്കണം മിക്കവാറും വരാൻ പോകുന്നത്. എന്നാണേലും അധികം നീട്ടുന്നില്ല, ആരൊക്കെയാണെന്നൊന്നും നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയൽ ഫാമിലിയിൽ നിന്നും ബിന്നി സെബാസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം ലാസ്റ്റ് 2 ആഴ്ചക്കുള്ളിലാണ് ഈ ഒരു കൺഫേം ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് ബിന്നി. നമുക്ക് നോക്കാൻ വരുമോന്ന്. അടുത്തത് നമ്മുടെ ഗ്രീൻ ഹൗസ് രോഹിത് എന്നുമാണ് പേര് തോന്നുന്നു. ഇതിനകത്ത് പ്രശാന്ത് എന്നാണ് ഇട്ടിരിക്കുന്നത്. ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം സോഷ്യൽ മീഡിയ അറ്റൻഷൻ ഒക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. നോക്കാൻ വരുമോന്ന്. അടുത്തത് ടെലിവിഷൻ ഷോകളിലും അതുപോലെ തന്നെ സീരിയൽ ആക്ടർ കൂടിയായിട്ടുള്ള നമ്മുടെ ജിഷിൻ മോഹന്റെ പേരാണ്. മുൻ സീസണുകളിലൊക്കെ വന്ന് ഈ ഒരു സീസണിൽ അവസാന ലിസ്റ്റ് വരെ എത്തി നിൽക്കുന്നുണ്ട് ആള്. നമുക്ക് നോക്കാൻ വരുമോ ഇല്ലയോ എന്നൊക്കെ. അടുത്തതും ലിസ്റ്റിലൊന്നും കാണാതെ പുതിയൊരു ആളുടെ പേരും കൂടിയാണ് നമ്മുടെ വിജെ നാഷ്. അത് കുറച്ച് പഴയൊരു വിജയ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ആങ്കർ കൂടിയായിരുന്നു. കിരൺ ടിവിയിലൊക്കെ അത്യാവശ്യം ആങ്കറിങ് കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു. സൂര്യ മ്യൂസിക്കിലോ എന്തോ പഴയ സമയത്ത് ഒരു വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു 90s കിഡ്സിനൊക്കെ ആളെ ഓർമ്മ കാണും. വിജയ നാഷ് ഫോട്ടോ ഒക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വിജയ നാഷിന്റെ പേരും കേൾക്കുന്നുണ്ട്. ആള് കൺഫേംഡ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഇതൊന്നും ഉറപ്പില്ല, ആരും ഉറപ്പായിട്ടൊന്നും എടുക്കണം. ടൈംസ് ഓഫ് ഇന്ത്യ കുറച്ചൊരു പ്രോബബിൾ വരാൻ സാധ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതെന്ന് മാത്രം. നിങ്ങൾ വന്ന് കമന്റ് ഇടുക, വരാൻ സാധ്യതയുണ്ടോ, വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്നൊക്കെ. കാരണം മുൻ ലിസ്റ്റുകളിലൊക്കെ കണ്ടിട്ട് എനിക്ക് വലിയ മെച്ചമുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് തോന്നിയില്ല. ബട്ട് ഈ ഒരു ലിസ്റ്റിൽ കുറച്ചുപേരെയെങ്കിലും മെച്ചമുള്ളതായിട്ട് എനിക്ക് തോന്നി. എന്താണേലും കുറച്ചുകൂടി ഒന്ന് മാറ്റം വരുത്തി വന്നാൽ മതിയെന്നേ ഉള്ളൂ. കാരണം ഈ ഒരു സീസണെങ്കിലും കുറച്ച് മെച്ചം ഉണ്ടാവട്ടെ. നമുക്ക് നോക്കാം. അടുത്തത് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നോറ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. അടുത്തത് പ്രശാന്ത് പുന്നപ്പറ, ആക്ടർ കൊമേഡിയൻ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ അയ്യപ്പ ബൈജു. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ അധികം സോഷ്യൽ മീഡിയ സൈഡിലേക്കൊന്നും അധികം ആള് വരുന്നില്ല. പണ്ടൊക്കെ ഒത്തിരി സിനിമകളിലും അതുപോലെ തന്നെ കോമഡി പ്രോഗ്രാമുകളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് അയ്യപ്പ ബൈജു. അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാമെന്ന് കരുതുന്നു. ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ളവർക്ക് അറിയാമോ എന്ന് അറിയത്തില്ല. എന്നാണെങ്കിലും നമുക്ക് നോക്കാം. ആളുടെ പേരും ഈ ഒരു സീസണിലേക്ക് കേൾക്കുന്നുണ്ട്. ആളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മികച്ചതാകുമെന്ന് കരുതുന്നു. അടുത്തത് നമ്മുടെ ഷാനവാസ് ഷാനു. ഓൾറെഡി നമ്മുടെ ലിസ്റ്റുകളിലും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സീരിയൽ ആക്ടർ ആയിട്ടുള്ള ഷാനവാസ് ഷാനു മുൻ സീസണുകളിലൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. നമുക്ക് നോക്കാം. അടുത്തത് റാണിയ റാണ, നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മൂവിയിൽ ഹീറോയിൻ ആയിട്ട് വന്നിട്ടുള്ള റാണിയ റാണ. ആളുടെ പേരും ഈ അടുത്തായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ലിസ്റ്റിൽ പറഞ്ഞിരുന്നു, അധികം ഉൾപ്പെടുത്തിയിരുന്നില്ല. സംശയമുണ്ട്, അതിങ്ങനെ റൂമറായിട്ട് കേൾക്കുന്നു എന്ന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താണെങ്കിലും നോക്കാൻ വരുമോ എന്നൊരു റൂമർ മാത്രമാണോ, ആ ഒരു സിനിമയുടെ എൻഡിൽ പറയുന്നത് പോലെ ഒരു സംഭവം ഇട്ടിട്ട് ലിസ്റ്റിൽ ഒരു പ്രോബബിൾ ലിസ്റ്റിലേക്ക് വരുന്നതാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണെങ്കിലും 2-ാം തീയതി മിക്കവാറും നമുക്ക് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും. അടുത്തത് മ്യൂസീഷ്യനും സിംഗറും ഒക്കെ ആയിട്ടുള്ള അക്ബർ ഖാൻ നമ്മുടെ ലിസ്റ്റിലും കാര്യങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള ഒരാളാണ്. ഓൾമോസ്റ്റ് കൺഫേംഡ് ആണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഇവരുടെ ലിസ്റ്റിലും വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സ്റ്റാർ സിംഗറിന്റെ വേദിയിലൊക്കെ ഉള്ള എല്ലാവരും കണ്ടിട്ടുണ്ട് അക്ബർ ഖാനെ. അപ്പൊ നോക്കാം നമുക്ക് വരുമോന്ന്. അടുത്തതും ലിസ്റ്റുകളിൽ ഒന്നും ഇല്ലായിരുന്ന ഒരു ആളാണ്, ഒരു ഇന്റർവ്യൂവർ ആണ്, രജനീഷ് VR. അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവരും അറിയാമെന്ന് കരുതുന്നു. അത്യാവശ്യം ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവർ ആണ്. സോഷ്യൽ മീഡിയ, ഓൺലൈൻ മീഡിയകളിലും മറ്റു പല സെലിബ്രിറ്റികളെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. നോക്കാൻ വരുമോ ഇല്ലയോ എന്ന്. അടുത്തത് അനിമോൾ, സ്റ്റാർ മാജിക് ഫെയിം ആയിട്ടുള്ള അനിമോൾ. കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, ഓൾറെഡി ഒത്തിരി വീഡിയോകളിലൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഗായത്രി ദേവി, കിങ്ങിണി എന്നറിയുന്ന സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം റീലുകൾ ഇട്ട് അത്യാവശ്യം തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കിങ്ങിണി എന്നറിയപ്പെടുന്ന ഗായത്രി ദേവി. എല്ലാവർക്കും തന്നെ അറിയാമെന്ന് കരുതുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അതുകൊണ്ട് പറയുന്നില്ല, സാധ്യത ലിസ്റ്റിൽ പറയുന്നുണ്ട്. അടുത്തത് നമ്മൾ പറയുന്ന അപ്പാനി ശരത്തിന്റെ പേരാണ്, ആക്ടർ ആയിട്ടുള്ള. ഓൾറെഡി ലിസ്റ്റുകളിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. അടുത്തത് ബോബൻ ആലമൂടൻ, പഴയൊരു സീനിയർ ആക്ടറാണ്. സീരിയലുകളിലും സിനിമകളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആക്ടറാണ്. ഒരു സീനിയർ ആക്ടർ കാറ്റഗറിയിൽ ആണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 പറയുന്നത്. നോക്കാൻ വരുമോ എന്ന്. അടുത്തത് ആര്യൻ കതൂരിയ. ഓൾറെഡി ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഇപ്പൊ കൺഫേം ലിസ്റ്റിലും ഒക്കെ പറയപ്പെടുന്ന ഒരു പേരാണ്. മോഡലും ആക്ടറും ഒക്കെ ആയിട്ടുള്ള ആര്യൻ കതൂരിയ.
അടുത്തത് ദേവി അജിത്ത്, ഒരു സീനിയർ ആക്ട്രസ് ആയിട്ടുണ്ട്. നമ്മുടെ രേഖ രതീഷ് ഒക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ ഇപ്പോൾ ദേവി അജിത്തിന്റെ പേരും കേൾക്കുന്നുണ്ട്. ഇതിൽ ആരാണ് വരുന്നതെന്ന് അറിയത്തില്ല, ഇനി രണ്ടുപേരും ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും സിനി സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ദേവി അജിത്ത് ഒരു സീനിയർ ആക്ട്രസ് കാറ്റഗറിയിൽ ബിഗ് ബോസ് മലയാളത്തിലേക്ക് ഉണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്, ഞാനല്ല. അടുത്തത് ഒനീൽ സാബു, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ, ഫുഡ് ബ്ലോഗർ ഒക്കെ ആയിട്ടുള്ള ഒനീൽ സാബു ഈ അടുത്തായിട്ട് സകല പ്രഡിഷൻ ലിസ്റ്റിലും അതുപോലെ തന്നെ കൺഫേം ലിസ്റ്റിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. അടുത്തത് ഹെയ്തി സാദിയ. ആദ്യ പ്രഡിഷൻ ലിസ്റ്റുകളിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഹെയ്തി സാദിയയുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നു, എന്നാൽ ഇപ്പം കൺഫേം ആയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. എന്നാലും ടൈംസ് ഓഫ് ഇന്ത്യയും കൺഫേം ലിസ്റ്റിലും പ്രോബബിൾ ലിസ്റ്റിലും ഒക്കെ പറയുന്നുണ്ട്. അതായത് ഒരു ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ നമ്മുടെ ബിഗ് ബോസിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ്. കേരള ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു ന്യൂസ് റീഡർ ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്നതൊക്കെ കേൾക്കുന്നു. നേരാണോ നുണയാണോ എന്നൊന്നും അറിയത്തില്ല. വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് നോക്കാം. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. അടുത്തത് ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം കോൺട്രവേഴ്സികളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലേറ്റ് സുധി ചേട്ടന്റെ വൈഫായിട്ട് വരുന്ന രേണു സുധിയുടെ പേരാണ് കേൾക്കുന്നത്. അത്യാവശ്യം എല്ലാ പ്രഡിഷൻ ലിസ്റ്റുകളിലും ഉണ്ട്, കൺഫേം ലിസ്റ്റുകളിലും ഒക്കെ ആളുടെ പേര് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം വരുമോ ഇല്ലയോ എന്നൊക്കെ. എന്താണെങ്കിലും ടൈംസ് ഓഫ് ഇന്ത്യയും ആളുടെ പേര് പറയുന്നുണ്ട്. അടുത്തത് ഇവര് 19 പേരുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ, 20 പേരുടെ പേരുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. എന്താണെന്നുണ്ടെങ്കിലും 10ാമത് പേര് ഇവര് തരുന്നുണ്ട്. 20ാമത്തെ ഒരാളായിട്ട് ഞാൻ പറയുന്ന RJ ബിൻസി, ഞാൻ പ്രഡിഷൻ ലിസ്റ്റുകളിലും കാര്യങ്ങളിലും ഉൾപ്പെടുത്തിയിരുന്നു. ലാസ്റ്റ് ആണ് RJ ബിൻസിയുടെ പേര് കേൾക്കുന്നത്. അപ്പോൾ RJ ബിൻസിയുടെ പേരും കൂടെ ഞാൻ ഈ ഒരു ലിസ്റ്റിലും കൂടെ ഉൾപ്പെടുത്തുന്നു. നമുക്ക് നോക്കാം വരുമോ ഇല്ലയോ എന്നൊക്കെ. എന്താണെങ്കിലും അടുത്ത ദിവസം നമുക്ക് കൺഫേം ലിസ്റ്റ് ഏകദേശം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. അപ്പൊ ബിഗ് ബോസ് ഹൗസിന്റെ ഫോട്ടോസ് ഒക്കെ മിക്കവാറും നാളെയോ ഒക്കെ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ഇടുക. ഇനിയിപ്പം 1-2 ദിവസങ്ങൾ കൂടി മാത്രമേ നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൂ. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.